ഹായ്, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. അത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടായാലും ഡിന്നറായിട്ടായാലും ഏത് സമയത്തും നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോംബോ ആണ് മസാല പൂരിയും ചന ഡാൽ. അടിപൊളി കോമ്പിനേഷനാണ് ഇത്. എല്ലാവരും എന്തായാലും ഇത് ചെയ്ത് നോക്കണം. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ടാലോ? മസാല പൂരിക്ക് ആവശ്യമായത് 1.5 കപ്പ് ഗോതമ്പ് മാവ്. ഇവിടെ ഞാൻ 250 ml കപ്പിലാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് മൈദ മാവ് വേണമെങ്കിൽ 1 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് മൈദ മാവും ചേർക്കുക. 2 ടേബിൾ സ്പൂൺ റവ ചേർക്കാം. 1/4 സ്പൂണ് മുളക് പൊടി ചേർക്കാം. എരിവില്ലാത്തതാണ് ചേർത്തേ. 1/4 സ്പൂണ് മല്ലിപ്പൊടി, 2 നുള്ള് അരിമോദകം, 2 നുള്ള് ചെറിയ ജീരകം, ആവശ്യത്തിന് ഉപ്പ്. എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നല്ല ടൈറ്റിൽ തന്നെ വേണം കുഴച്ചെടുക്കാൻ. ഈ രീതിയിൽ വേണം കുഴച്ചെടുക്കേണ്ടത്. ഇനി ഇത് ഒരു 10 മിനിറ്റെങ്കിലും അടച്ചു വയ്ക്കുക. അതിനുശേഷം ഓരോ ഉരുളകളെടുത്ത്, ചെറിയ ഉരുളകൾ മതി, കൈവെള്ളയിൽ ഓയിൽ തടവി നല്ലതുപോലെ പുരട്ടി എടുത്ത് വയ്ക്കുക. ഒരു ചപ്പാത്തി പ്രസ് എടുത്തിട്ട് ഓയിൽ തടവി ഒരു ഉരുള അതിൽ വെച്ച് പരത്തി എടുക്കാം. കുറച്ച് കട്ടിക്ക് വേണം പരത്താൻ. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നല്ല ചൂടാവുമ്പോൾ പരത്തിയത് ഓരോന്നും ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് പൊങ്ങി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ റെഡിയായി. ഇനി എടുക്കാം. എല്ലാ പൂരിയും ഇതേപോലെ പൊരിച്ചെടുക്കാം. സാദാ പൂരിയിൽ നിന്നും വളരെ ടേസ്റ്റാണ്. കറിയൊന്നും ഇല്ലെങ്കിലും വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്. ഇനി പെട്ടെന്നൊരു ചന ഡാൽ കറി ഉണ്ടാക്കാം. ഇതിന് ഒരു മിക്സിയുടെ ചെറിയ ജാറെടുത്ത് 2 പച്ചമുളക് ഇടുക. 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുക. പുളി ഇല്ലാത്തതാണ്. പിന്നെ ഒരു കൈപ്പിടി നിറച്ച് മല്ലിയില, ഒരു തക്കാളിപ്പഴം, ഇത്രയും കൂടെ ചേർത്ത് അരച്ച് ഈ രീതിയിൽ കൊണ്ടുവരാം. ഒരു സോസ് പാൻ അടുപ്പിൽ വെച്ച് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. സൺഫ്ലവർ ഓയിലാണ്. 1/4 സ്പൂണ് വലിയ ജീരകം ഇടുക. 3-4 ഗ്രാമ്പ് ഇടുക. ഒരു ചെറിയ കഷ്ണം പട്ട ഇടാം. ഒരു ബേ ലീവ്സ് അതിടാം. 2 ഏലക്ക ഇടാം. അതിൻ്റെ കൂടെ ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത് അതും ചേർക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്യുക. അര സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും കൂടെ ചേർക്കാം. എല്ലാം കൂടെ നല്ല വഴറ്റുക. ഇനി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, എരിവില്ലാത്തതാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇവ എണ്ണ തെളിയുന്നവരെ നല്ലതുപോലെ വഴറ്റുക. ഇനി അരച്ച് വെച്ച മസാല ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. കുക്കറിൽ ഒരു 1/4 കിലോ കടല ഉപ്പിട്ട് വേവിച്ചത് അതും കൂടെ ചേർക്കുക. എല്ലാം കൂടെ മിക്സ് ചെയ്യുക.
ഇനി ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിക്കുക. ഒരു സ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടെ, പിന്നെ കറി ബാലൻസ് ചെയ്യാൻ അര സ്പൂൺ മതി പഞ്ചസാര, അതും കൂടെ ചേർക്കുക. ലാസ്റ്റ് കുറച്ച് ഫ്രഷ് ക്രീം ചേർക്കുക. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ പാല് ചേർത്താലും മതി. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കറി ഇറക്കാവുന്നതാണ്. അടിപൊളി കറിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. എല്ലാത്തിൻ്റെ കൂടെയും ഇത് കൂട്ടി കഴിക്കുകയും ചെയ്യാം. ഇത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യണേ.